ഹേ ഗൈസ്, തങ്കലൻ്റെ ഒരു പുതിയ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കപ്പം അതൊന്ന് കണ്ടു നോക്കാം. കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു ട്രെയിലറിന് വേണ്ടിയിട്ട്. ഒരിക്കലും സിനിമയാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം അല്ലേ? ഓക്കെ. என்னதான் ஓடுமா மண்ணே இருக்கிற உலகத்துல? His Excellency Mr. Clement Dore அவரு உங்க உபகாரம் நாடி இந்த கிராமத்துக்கு விஜயம் பண்ணிருக்கார். இந்த வேலையை செய்யறதுக்கு நம்மளை விட்ட வேற ஆளே கிடையாதா? இங்கதான் பண்ணுது. வாழ்க்கை எல்லாம் விட்ட வெளிச்சு போயிடும். இங்க பொண்ணு எடுக்கிறது நம்ம உயிரை நாம எடுக்கிறதுக்கு சமம். இதானே எங்க பேய்க்குது பிசாசிக்குதுன்னு சொன்னா? எல்லாம் புரியும் மாய சூனியக்காரன் யாராம்? சூனியக்காரன் இல்ல சங்கோனே, சூனியக்காரி ஆரத்தி. அவதான் உண்மை இல்லையே. அந்த சூனியக்காரர்களை யாருமே கட்டவே முடியாதா? கட்டுவோம், நான் கட்டுறேன். சாவுக்கு துணிதானுக்கு மட்டும்தான் இங்க வாழ்க்கை. പി എ രഞ്ജിത്താണ് ഡയറക്ഷൻ, ജി വി പ്രകാശാണ് മ്യൂസിക്, വേറെ ഒന്നുമില്ലല്ലോ. വി എഫ് എക്സ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. കാരണം കിടിലം വി എഫ് എക്സ്, കുറേ വി എഫ് എക്സിന് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ട്രെയിലറായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT എടുത്തിട്ടുള്ളത്. സിനിമ എന്ന് റിലീസാകുമെന്ന് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അല്ല, അപ്പം ഒരു ഹിസ്റ്റോറിക് ഫാൻറ്റസി സിനിമയാണ് സംഭവം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിന്ന് വിക്രത്തിനെ മാത്രം ഒരു ഗോൾഡ് ഷെയ്ഡിലും കിട്ടില്ല സാധനം, കിട്ടില്ല ഷോട്ടുകൾ. വി എഫ് എക്സ് എടുത്ത് പറയണത്. ആദ്യം കാണിക്കുന്നത് ഒരു പുലിയാണ് കാണിക്കുന്നത്, അത് നൈസുണ്ട്. പിന്നെ ഇതിനകത്തൊരു ബ്ലാക്ക് പാന്തറിനെ കാണിക്കുന്നുണ്ട്. മാസ് സാധനം കേട്ടോ. അതിനകത്ത് ആരതി എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഫാൻറ്റസി ക്യാരക്ടറാണ്, കുറച്ച് മാജിക്കൽ പവറുള്ള ക്യാരക്ടറായിട്ടാണ് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം സിനിമ വരുമ്പോഴേ നമുക്ക് അത് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ട്രെയിലർ ഒരു രക്ഷയില്ല. കുറച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തെ കഥയാണ്. ഈ തങ്കലൻ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിലായിട്ട് പറയാനുള്ള സാധനമുണ്ട്. നമുക്കപ്പോൾ അത് ഡീറ്റെയിലായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിന് നല്ലത്. ട്രെയിലർ റിയാക്ഷൻ അത് പറയാതിരിക്കുന്നതായിരിക്കും. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ്. ജി വി പ്രകാശാണ്. മ്യൂസിക് കൊള്ളാം. അതുപോലെ തന്നെ ആ ഒരു എൻ്റെ ട്രെയിലർ നമ്മളിങ്ങനെ എൻഗേജിങ് ആയിട്ടിരുന്ന് കാണും. നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം ഇതൊരു മാതിരി ഹിസ്റ്റോറിക് സിനിമ ആയിരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ആരതി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് സിനിമയുടെ ജോണറെ അങ്ങ് മാറും. ഒരു ഫാൻറ്റസി സിനിമയുടെ ഫീൽ വരുന്നു. തങ്കലൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിക്രത്തിൻ്റെ ക്യാരക്ടർ എടുത്തു പറയേണ്ടതാണ്. മാസ് ക്യാരക്ടറാണ് കേട്ടോ, മാസ് ക്യാരക്ടർ. എന്തായാലും സിനിമ ഈ വർഷം റിലീസാകുമായിരിക്കണമല്ലോ, കാരണം ട്രെയിലർ റിലീസായതല്ലേ. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം അങ്ങോട്ട് റിലീസായതുള്ളൂ ട്രെയിലർ. എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ഇന്ത്യൻ ടൂവിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പം ഫാർ ബെറ്റർ ട്രെയിലർ. വി എഫ് എക്സും മേക്കപ്പും എല്ലാം എടുത്ത് പറയേണ്ടതാണ് ഇതിനകത്ത്. പ്രത്യേകിച്ച് കുറേ പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഗോൾഡിന് കുറേ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്റ്റോറി കൂടിയാണിത്. പിന്നെ ഗോൾഡ് മൈനിങ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അത് കുറേ ഇതിൻ്റെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് വീഡിയോ ചെയ്യാം. എന്തായാലും ട്രെയിലർ സൂപ്പർ ട്രെയിലർ. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ ഇതാണ് തങ്കാലൻ്റെ ട്രെയിലർ റിയാക്ഷൻ.